നിങ്ങൾ മിണ്ടാതെ ഇവിടെ നിന്നും ഇറങ്ങി പോവുക എന്നതായിരുന്നു അന്ന് UDF-ന്റെ പക്ഷം. എന്തുകൊണ്ടാണ്? ഇന്ന് ദീപ്തി മേരി വർഗീസിനെ അപ്പുറത്തേക്ക് തള്ളിയിട്ട് മുഹമ്മദ് ഷിയാസും മതി, ലത്തീൻ സമുദായമാണ് മുന്നിൽ നിൽക്കുന്നത് കൊച്ചിയിലെങ്കിലും മുഹമ്മദ് ഷിയാസ് മതി എന്ന് തീരുമാനിക്കുന്നതിന്റെ പിറകിലുള്ള സമ്മർദ്ദം എവിടെ നിന്നാണ്? വഖഫ് ബോർഡിനെ സപ്പോർട്ട് ചെയ്തത് ആ സമ്മർദ്ദം തന്നെയാണ്. ഇന്ന് UDF-നെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആ സമ്മർദ്ദമാണ്. ഹൈബിയുടെ MP-ക്ക് പകരം ഒരു BJP MP ആയിരുന്നുവെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതുപോലെ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നെന്ന്? നിങ്ങൾ അവിടെ ഇങ്ങനെ നടന്ന സമരം ചെയ്യേണ്ടി വരുമായിരുന്നെന്ന്? അയാള് ഈ വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്യുമായിരുന്നെന്ന്? അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത്? നിങ്ങൾ വീണ്ടും ഇവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും തെരുവിൽ കിടക്കേണ്ടി വരില്ലേ? ഇവർ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിന്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള തീരപ്രദേശം വഖഫ് ബോർഡ് വിഴുങ്ങിക്കൊണ്ട് വരുന്നത് യാദൃശ്ചികമാണെന്ന് കരുതുന്നവരുണ്ടോ ഇവിടെ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇത് വളരെ ഗൗരവമായി കരുതേണ്ട ഒരു വിഷയമാണ്. സോ കൊച്ചിക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? വീണ്ടും ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാക്കി എല്ലാവരെയും തമ്മിലടിപ്പിച്ചതിന് ശേഷം മതേതരത്വത്തിന്റെ മാതൃകയും പൊക്കിക്കൊണ്ടുവരുന്ന ഇവരാണോ നിങ്ങൾക്ക് വേണ്ടത്? വഖഫ് ബോർഡിന് ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകും, നിങ്ങൾക്ക് വേറെ വീട് തരാം എന്ന് പറയുന്ന ഇവരാണോ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ കൊച്ചിയിലെ ഒരു വോട്ടറാണോ? എങ്കിൽ കൊച്ചിയിലെ UDF സ്ഥാനാർത്ഥിയായ മുഹമ്മദ് ഷിയാസിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്യുന്നത്. നിങ്ങളൊരു കൊച്ചി നിവാസി അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ കേൾക്കാം കേട്ടോ. കാരണം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല, ഓൾറെഡി നടന്ന കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഈ UDF-ന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കണം. മുഹമ്മദ് ഷിയാസിനെ തീരുമാനിക്കുന്നതിന് മുമ്പ് ദീപ്തി മേരി വർഗീസുമായിട്ട് ഒരു പോട്ടി അല്ലെങ്കിൽ ഒരു മത്സരം ഇവിടെ നിലനിന്നിരുന്നു. ദീപ്തി മേരി വർഗീസിന്റെ പേര് ഇതിന് മുൻപ് നിങ്ങൾ എവിടെയായിരുന്നു കേട്ടത്? അത് മേയറെ തെരഞ്ഞെടുക്കുന്ന സമയത്തായിരുന്നു അല്ലെ? ആ സമയത്ത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് UDF മേയറെ തെരഞ്ഞെടുത്തത്? അതിന്റെ ഉത്തരം മേയർ തന്നെ പൊതുവേദിയിൽ പറഞ്ഞായിരുന്നു. ലത്തീൻ സഭയാണ് തീരുമാനിച്ചത് കൊച്ചിയിൽ ആരാവണം മേയർ എന്നത്. ദീപ്തി മേരി വർഗീസ് ഒരു ലത്തീൻ സമുദായക്കാരിയാണോ? ആണ്. പക്ഷെ വിവാഹം കഴിച്ചത് ലത്തീൻ സമുദായക്കാരനെ അല്ല പോലും. എന്നാൽ ഇപ്പോഴത്തെ മേയർ ലത്തീൻ സമുദായക്കാരി അല്ല, പക്ഷെ വിവാഹം കഴിച്ചത് ഒരു ലത്തീൻ സമുദായക്കാരനെയാണ്. അപ്പൊ നമുക്ക് ഔട്ട് ഗോയിങ് വേണ്ട, ഇൻകമിങ് മേയർ ആകട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് 2026 മതേതരത്വത്തിന്റെ അങ്ങേയറ്റം പറയുന്ന UDF എടുത്ത നടപടിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മേയർ സ്ഥാനത്ത് നിന്നും ദീപ്തി മേരി വർഗീസ് ഔട്ടായി. അന്ന് പറഞ്ഞിരുന്നത് നിയമസഭയിൽ നിങ്ങൾക്കൊരു സീറ്റ് തരാം, MLA ആയിട്ട് മത്സരിപ്പിക്കാം, മേയർ സ്ഥാനം പോയി എന്നതല്ലേ ഉള്ളൂ. അനുനയിപ്പിക്കുകയാണ്, മനസ്സിലായില്ലേ? വിഷയമൊന്നും ആക്കണ്ട, വിമതനാകാൻ പോകണ്ട. എന്നിട്ട് MLA ആയിട്ട് മത്സരിക്കുകയാണെന്ന് കരുതി പോസ്റ്റർ വരെ അടിച്ചിറക്കി. അവിടെ നിന്നും ദീപ്തി മേരി വർഗീസ് ഔട്ട്, മുഹമ്മദ് ഷിയാസ് ഇൻ. എങ്ങനെ ഇന്നായത്? VD സതീശൻ പക്ഷത്തിന്റെ പിന്തുണയോട് കൂടിയാണ് അത്രേ. വേണുഗോപാൽ പക്ഷമാണ് ദീപ്തി മേരിയെ പിന്തുണച്ചത്. അവര് ഔട്ടായി. എന്തുകൊണ്ടാണ്? ലത്തീൻ സമുദായത്തിന് കുറച്ചും കൂടി മേൽക്കൈ ഉള്ള ഒരു ഏരിയയാണ് കൊച്ചി അല്ലെ? കൊച്ചി അറിയാവുന്നവർക്ക് അറിയാം ആണ്. എന്നിട്ടും എന്തുകൊണ്ട് മുഹമ്മദ് ഷിയാസ്? ഇവിടെയാണ് നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഞാൻ നടന്നിട്ടുള്ള ഇൻസിഡന്റ് എന്ന് പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം പറയാം. ഒന്നാമത്തേത് മുനമ്പം വിഷയം. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഇവിടെ ഉണ്ടായപ്പോൾ ഏകദേശം 400-ലധികം മനുഷ്യർ രാവും പകലുമില്ലാതെ സമരം ചെയ്ത് ഇവിടെ വലിയ കോളിളക്കങ്ങളും ചർച്ചകളും സൃഷ്ടിച്ച സമയത്ത് അവിടെ പ്രതിസ്ഥാനത്ത് ആരായിരുന്നു? പ്രതിസ്ഥാനത്ത് സത്യത്തിൽ അന്ന് കേരള സർക്കാർ ആയിരുന്നില്ല, മറിച്ച് UDF ആയിരുന്നു. കാരണം വഖഫ് ബോർഡിന്റെ നീതികേടിനെതിരെ ഒരു ബില്ല് കേന്ദ്രം കൊണ്ടുവന്നപ്പോൾ അവിടെ ആ ബില്ലിനെ അനുകൂലിച്ച് ഒപ്പിടേണ്ടത് മുനമ്പം നിവാസികൾ കേന്ദ്രത്തിലേക്ക് അയച്ച MP ആയിരുന്നു. ആരായിരുന്നു ആ MP? ഇതേ ലത്തീൻ സമുദായക്കാരനായ ഹൈബിയുടെ. മുനമ്പം നിവാസികൾക്ക് എതിരായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. അദ്ദേഹം ബില്ലിനെതിരെ വോട്ട് ചെയ്തു. ആ സമരപന്തലിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നത് മാത്രമല്ല, പിന്നാമ്പുറത്ത് കൂടി അച്ഛന്മാരെ ഇളക്കി വിട്ടും ഭീഷണിപ്പെടുത്തിയും അരമനയിൽ കയറി സംസാരിച്ചുമൊക്കെ നല്ല രീതിയിൽ മുനമ്പംകാരെ ബുദ്ധിമുട്ടിപ്പിച്ചു. അവർക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമായിരുന്നു, നിങ്ങൾ ഈ സ്ഥലം വഖഫ് ബോർഡിന് വിട്ടുകൊടുക്കുക, നിങ്ങൾക്ക് നമ്മൾ വേറെ സ്ഥലം അറേഞ്ച് ചെയ്തു തരും. എന്തിനു വേണ്ടി? ഞങ്ങൾ പണം മുടക്കി വാങ്ങിയ ഭൂമി വിട്ടുകൊടുക്കണം. എന്തിനു വേണ്ടി? ഇപ്പോൾ കരമൊടുക്കാനാകാതെ, ഒരു രീതിയിലും ക്രയവിക്രയം ചെയ്യാനാകാതെ ആ ഭൂമി ഫ്രീസ് ചെയ്തിടുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കണം. ഇതാണ് ആ വ്യക്തികളെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത്. ഇവരെല്ലാം വോട്ട് ചെയ്ത് ജയിപ്പിച്ച അതേ വ്യക്തികൾ. അവർക്ക് ഉത്തരവില്ല. നിങ്ങൾ മിണ്ടാതെ ഇവിടെ നിന്നും ഇറങ്ങി പോവുക എന്നതായിരുന്നു അന്ന് UDF-ന്റെ പക്ഷം. എന്തുകൊണ്ടാണ്? ഇന്ന് ദീപ്തി മേരി വർഗീസിനെ അപ്പുറത്തേക്ക് തള്ളിയിട്ട് മുഹമ്മദ് ഷിയാസും മതി, ലത്തീൻ സമുദായമാണ് മുന്നിൽ നിൽക്കുന്നത് കൊച്ചിയിലെങ്കിലും മുഹമ്മദ് ഷിയാസ് മതി എന്ന് തീരുമാനിക്കുന്നതിന്റെ പിറകിലുള്ള സമ്മർദ്ദം എവിടെ നിന്നാണ്? വഖഫ് ബോർഡിനെ സപ്പോർട്ട് ചെയ്തത് ആ സമ്മർദ്ദം തന്നെയാണ്. ഇന്ന് UDF-നെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ആ സമ്മർദ്ദമാണ്. രണ്ടാമതൊരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതാണ് പള്ളുരുത്തി സ്കൂളിലുണ്ടായ ഹിജാബ് വിഷയം. ഒരു സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ ആയി വരുന്ന ഒരു മുസ്ലിം പെൺകുട്ടി ഹിജാബ് ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സീൻ ഉണ്ടാക്കുകയാണ്. സീൻ ഉണ്ടാക്കുക എന്നതല്ല, ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് കൃത്യമായ നിയമമുള്ള യൂണിഫോം ധരിച്ചു കൊള്ളാം എന്ന് വായിച്ച് ഒപ്പിട്ട ഒരു സ്ഥലത്ത്
സ്കൂൾ അധികൃതരുടെ അനുവാദമില്ലാതെ ഹിജാബ് ധരിച്ചെത്തുകയും അതേ മതത്തിൽപ്പെട്ട മറ്റു കുട്ടികളെ നിങ്ങൾ എന്താ ഹിജാബ് ധരിക്കാത്തത് എന്ന രീതിയിൽ സംസാരിക്കുകയും അവരുടെ പാരന്റ്സിന്റെ അടുത്ത് പോയി അതൊരു പരാതിയായി ഇവിടെ വന്ന് സിസ്റ്റേഴ്സിന്റെ അടുത്ത് എത്തിയപ്പോൾ സിസ്റ്റേഴ്സ് കുട്ടിയെ വിളിച്ച് കുട്ടിയുടെ പാരന്റ്സിനെ വിളിച്ച് യൂണിഫോം അല്ലാതെ വേറൊരു സംഗതി മതപരമായി ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ സിഖുകാരുടെ പിള്ളേരുണ്ട്, വേറെ അല്ലാതെ ഒരുപാട് നാനാജാതി മതത്തിലുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട്, അവരാരും അവരുടെ മതചിഹ്നങ്ങൾ യൂണിഫോമിനൊപ്പം ഉപയോഗിക്കുന്നില്ല, ഈ കുട്ടിക്ക് മാത്രം ഉപയോഗിക്കാനുള്ള അനുവാദം നൽകുന്നതല്ല, ഈ കുട്ടി മാത്രം വേറിട്ടിരിക്കാൻ പാടില്ല, നമുക്ക് എല്ലാ കുട്ടികളും ഒരുപോലെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ സാമുദായിക നേതാക്കന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന ആ കുട്ടിയുടെ പിതാവ് കാണിച്ച പൊറാട്ട് നാടകം മൊത്തം കണ്ടതാണ് നമ്മൾ. അന്ന് ആ കുട്ടിയുടെ പിതാവിനൊപ്പം നിന്ന് ഈ സ്കൂളിനെ ഇത്രയും കാലം വിദ്യ പകർന്നു കൊടുത്ത ഒരുപാട് കുട്ടികളെ, നിർധനരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് കുട്ടികളെ വലിയ ഉന്നതിയിലേക്ക് എത്തിച്ച് അവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇത് കേൾക്കുവാണെങ്കിൽ ഓർക്കണം, ആ സ്കൂളിനെ അവിടുത്തെ പ്രിൻസിപ്പലിനെ അങ്ങേയറ്റം അവർക്ക് എതിരെ നിന്നുകൊണ്ട് ഈ കുട്ടിയുടെ പിതാവിന്റെയും സാമുദായിക നേതാക്കന്മാരുടെയും ഒപ്പം നിന്ന 2 UDF പ്രതിനിധികളിൽ ഒരാളാണ് ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന മുഹമ്മദ് ഷിയാസ്. മറ്റേ ആൾ ഹൈബിയുടെ, നേരത്തെ പറഞ്ഞ അതേ ഹൈബിയുടെ. ആർക്കൊപ്പമാണ് ഇവർ? ഒരു സ്കൂളിലെ പ്രതിനിധിയോടും സംസാരിച്ചിട്ടല്ലേ ഇവർ പുറത്തു വന്ന് പറഞ്ഞത്. പുറത്തു വന്ന് ഹൈബീഡൻ പറഞ്ഞ വാക്ക് മരണം വരെ ഞാൻ മറക്കില്ല. കുട്ടിയുടെ പിതാവ് മതേതരത്വത്തിന്റെ വലിയ മാതൃകയാണ് അത്രേ. കുട്ടി ഹിജാബ് ധരിക്കരുത്, അത് യൂണിഫോമിൽ പെട്ടതല്ല എന്ന് രഹസ്യമായി കുട്ടിയുടെ പിതാവ്, അദ്ദേഹമാണല്ലോ ഉത്തരവാദിത്തപ്പെട്ടത്, അദ്ദേഹത്തോട് പ്രിൻസിപ്പൾ പറഞ്ഞപ്പോ ഇത്രയധികം കോലാഹലം സൃഷ്ടിച്ച് കേരളം എന്ന സ്ഥലത്ത് മാത്രമല്ല ഈ പറയുന്ന പള്ളുരുത്തി, അവിടെയൊക്കെ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഏരിയയാണ്, ഇത്രയും വലിയ വിള്ളൽ ഉണ്ടാക്കാൻ നോക്കിയ ഒരു വ്യക്തി മതേതരവാദിയായി. സ്കൂളും പ്രിൻസിപ്പളും ഒക്കെ ചീത്തയായി. കാരണം അവർ സന്യാസം സ്വീകരിച്ച അവർ വെയിൽ ധരിക്കുന്നു, കുട്ടി സന്യസിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കുട്ടി ഇപ്പോഴേ ഇതൊന്നും ധരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി. അന്ന് അവർക്കൊപ്പം നിന്ന അതേ സ്വാധീനമാണ് ഇന്ന് അവിടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇത്രയും കാര്യമുള്ളൂ. മതപരമായി വലിയൊരു ഭിന്നിപ്പ് ഇപ്പോൾ തന്നെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞു. ഈ UDF ഈ പറയുന്ന സമുദായത്തിന്റെ ആ ഒരു സപ്പോർട്ട് കൂടി അല്ലാതെ UDFന് നിൽക്കാൻ കഴിയില്ല. UDFന് ജയിച്ചു വന്നാൽ പോലും അവര് തീരുമാനിക്കുന്നതാണ് ഇവിടെ നിലവിൽ വരിക. ഒരു സ്കൂളിന്റെ വിഷയത്തിൽ, ഒരു കിടപ്പാടത്തിന്റെ വിഷയത്തിൽ, വഖഫ് ബോർഡിന്റെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഹൈബിയുടെ MP പകരം ഒരു BJP MP ആയിരുന്നുവെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതുപോലെ നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നെന്ന്? നിങ്ങൾ അവിടെ ഇങ്ങനെ നടന്ന് സമരം ചെയ്യേണ്ടി വരുമായിരുന്നെന്ന്? അയാള് ഈ വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്യുമായിരുന്നെന്ന്? അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയത്? നിങ്ങൾ വീണ്ടും ഇവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും തെരുവിൽ കിടക്കേണ്ടി വരില്ലേ? ഇവർ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിന്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള തീരപ്രദേശം വഖഫ് ബോർഡ് വിഴുങ്ങിക്കൊണ്ട് വരുന്നത് യാദൃശ്ചികമാണെന്ന് കരുതുന്നവരുണ്ടോ ഇവിടെ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഇത് വളരെ ഗൗരവമായി കരുതേണ്ട ഒരു വിഷയമാണ്. എല്ലാവരെയും തഴയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രമുഖ സമുദായം ഇടത് വലത് പാർട്ടികളെ കയ്യേറിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ടതല്ലേ? ഹിന്ദുത്വയെ ഭയക്കുന്നവർ അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുന്നവർ ഈ പ്രശ്നം അഡ്രസ്സ് ചെയ്യണ്ടേ? സോ കൊച്ചിക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? വീണ്ടും ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാക്കി എല്ലാവരെയും തമ്മിലടിപ്പിച്ചതിന് ശേഷം മതേതരത്വത്തിന്റെ മാതൃകയും പൊക്കിക്കൊണ്ടുവരുന്ന ഇവരാണോ നിങ്ങൾക്ക് വേണ്ടത്? വഖഫ് ബോർഡിന് ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകും, നിങ്ങൾക്ക് വേറെ വീട് തരാം എന്ന് പറയുന്ന ഇവരാണോ നിങ്ങൾക്ക് വേണ്ടത്? ഇനി വേറെ ആരാണ് അവിടെ മത്സരിക്കുന്നത്? LDFന്റെ പക്ഷത്തു നിന്നും സിറ്റിംഗ് MLA തന്നെയാണ് മത്സരിക്കുന്നത്, KJ മാക്സി. LDF നിരീശ്വരവാദികളാണല്ലേ? അവർക്ക് എപ്പോഴും ഹിന്ദു ദൈവങ്ങളെല്ലാം മിത്തുകളാണ്. ആണോ? KJ മാക്സിക്ക് അങ്ങനെയല്ല. ഈ റീലൊന്നും കണ്ടു നോക്കിയേ. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഹിന്ദു ദൈവങ്ങളോട് കേറിവാട മക്കളെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കടക്ക് പുറത്ത്. ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ഇവരെ 2 പേരെയും വീണ്ടും തിരഞ്ഞെടുക്കാനാണോ നിങ്ങളുടെ തീരുമാനം? എറണാകുളം എന്ന് പറയുന്നത് UDFന്റെ കോട്ടയാണ് എന്നതിലുപരി ഹൈബീഡന്റെ കോട്ടയാണ് എന്ന് പറയേണ്ടി വരും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോഴും അഴിച്ചിട്ടില്ല മുനമ്പത്തെ സമരപ്പന്തൽ. ആ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും തെരുവിലേക്ക് ഇറങ്ങാനാണോ നിങ്ങളുടെ തീരുമാനം? അതോ ജീവിക്കണമെങ്കിൽ നോക്കിയും കണ്ടും മാത്രം വോട്ട് ചെയ്യുക. മതമാണ് വലുത്, ഞങ്ങളുടെ മതത്തിന് വേണ്ടിയാണ് ഞങ്ങൾ അധികാരത്തിൽ വരേണ്ടത് എന്ന് പറയുന്നവരെ ദയാപൂർവ്വം ഒഴിവാക്കുക. ഇതിലപ്പുറം 2026 ചെയ്യാൻ ബോധപൂർവം അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള മറ്റൊരു കാര്യമില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളൊന്നുമല്ല. കൊച്ചിയിലുള്ള ഒരുപാട് വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് ഞങ്ങൾ ഇത്തവണ കുറച്ചുകൂടി ചിന്തിച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെടുകയാണെന്നാണ്. കാരണം മുനമ്പങ്കാരുടെ വിഷയം തലയ്ക്ക് മേലെ തൂങ്ങുന്ന ഒരു വാളായി, ഒരു ഭയമായി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് NDA കാണുന്നത് അവർ പരസ്യമായി പറയുക കൂടി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടു. എഴുതിയിരിക്കുന്നത് ഒരു ഇടതുപക്ഷക്കാരനാണ്. ഒരു ക്രിസ്ത്യാനിയോടും ഇപ്പോൾ BJPക്കെതിരെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നൊരു വിലാപമാണ് അദ്ദേഹം എഴുതി വെച്ചത്. കാരണം എന്ത് സംസാരിച്ചാലും അവർ നമ്മളെ പ്രിവെന്റ് ചെയ്യുകയാണ്. അവർ പ്രിവെന്റ് ചെയ്യുന്ന പോയിന്റുകൾക്ക് മറുപടി പറയാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. മുനമ്പങ്കാർക്കൊപ്പം വന്നത് അന്ന് BJP ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പള്ളുരുത്തി സ്കൂളിലും അന്ന് വന്നതും സംസാരിച്ചതും ഇടപെട്ടതും എല്ലാം BJP ആണ്. ഇന്ന് ജനങ്ങൾക്ക് മറ്റൊരു ആശ്രയം എന്ന നിലയിൽ നോക്കാൻ NDA അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല.
ഇത്തവണ അവിടെ 2020 സഖ്യത്തിലെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് സേവ്യർ ജൂലപ്പൻ. അപ്പൊ നിങ്ങൾ വിചാരിക്കും നമുക്കറിയാത്ത അല്ലെങ്കിൽ NDA അല്ലേ അല്ലെങ്കിൽ BJP അല്ലല്ലോ നമ്മൾ വോട്ട് ചെയ്യണ്ട, ഇതിൽ ആർക്കെങ്കിലും കൊടുക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. ചില മാറ്റങ്ങൾ ഉണ്ടാകും, അത് ഒരു പക്ഷേ നിങ്ങളുടെ നിലനിൽപ്പിനെ പോലും ഇല്ലാതാക്കുന്ന മാറ്റങ്ങളായിരിക്കും. ആ മാറ്റമാണോ വേണ്ടത്, അതോ പുതിയൊരു കക്ഷി നിങ്ങളെ ഭരിക്കുന്ന രീതിയിൽ ഈ പറയുന്ന മറ്റു സമുദായക്കാർക്കോ അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള ഒരു ബലം കൊടുക്കാൻ പറ്റാത്ത ഒരു സ്വാധീന ശക്തി അധികാരത്തിൽ വരുന്നതാണോ നിങ്ങൾക്ക് നല്ലത് എന്നതാണ് നിങ്ങൾ ഈ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടത്. ഇത് കേരളം മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്, കൊച്ചിയുടെ മാത്രം വിഷയമല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? തുടർന്ന് കാണുക പോളി ന്യൂസ്.